ഒരിക്കൽ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേല്യരും ഫെലിസ്തീരും തമ്മിൽ യുദ്ധം ചെയ്തു. ശൗലും ഇസ്രായേല്യ പടയാളികളും ഒന്നിച്ചുകൂടി ഏലാ താഴ്വരയിൽ പാളയമിറങ്ങി. എന്നാൽ ഫെലിസ്ത്യർക്കിടയിൽ വീരശൂര പരാക്രമിയായ ഒരു യോദ്ധാവുണ്ടായിരുന്നു, ഗദ്ധ്യനായ ഗോലിയാത്ത്. അവൻ താമ്രശിരസ്ത്രവും 5000 ശേക്കൽ തൂക്കമുള്ള താമ്ര കവചവും താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ധരിച്ചിരുന്നു. അവൻ്റെ കുന്തത്തിൻ്റെ തണ്ട് നെയ്ത്തുകാരൻ്റെ പടപ്പുതടി പോലെയും കുന്തത്തിൻ്റെ അലക് 600 ശേക്കൽ ഇരുമ്പുമായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ പരിഹാസത്തോടെ വെല്ലുവിളിച്ചു, ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്കിടയിൽ നിന്ന് ഈ എന്നോട് പോരാടാൻ? ഇറങ്ങി വാ, നിങ്ങളിലെ ഏറ്റവും മികച്ച യോദ്ധാവിനെ തന്നെ അയക്കൂ. അവൻ ജയിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ അടിമകളാകും. മറിച്ച് ഞാൻ അവനെ ജയിച്ചു കൊന്നാൽ നിങ്ങൾ എന്റെ കാൽച്ചുവട്ടിൽ കിടന്ന് ഉരുളും. ഇസ്രായേൽ സൈനികർ അത് കേട്ട് ഭയന്നുപോയി. ശൗൽ രാജാവ് സൈനികർക്ക് പിറകിൽ ഒളിച്ചു. ഒരു പടയാളി വളരെ പേടിയോടെ പറഞ്ഞു, അവൻ വളരെ വലിയവൻ, നമ്മളിൽ ആര് അവനോട് പോരാടും? ആ പരിസരമാകെ ഭയം നിറഞ്ഞു. എന്നാൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ടായിരുന്നു. യഹൂദയിലെ ബേത്ലഹേമിൽ ഇശായി എന്നു പേരുള്ള ഒരു എഫ്രാത്യന്റെ മകനായിരുന്നു ദാവീദ്. ഒരു ദിവസം ഇടയബാലനായ ദാവീദ് സഹോദരന്മാർക്ക് കഴിക്കുവാനായി ഒരു പറ മലരും 10 അപ്പവും എടുത്തുകൊണ്ട് ഏലാ താഴ്വരയിലെത്തി. ദാവീദ് സംശയത്തോടെ ചോദിച്ചു, ഇവിടെ എന്താണ് നടക്കുന്നത്? എല്ലാവരും എന്തിനാണിങ്ങനെ ഭയപ്പെടുന്നത്? അവന്റെ മൂത്ത ജ്യേഷ്ഠൻ എലിയാബ് പറഞ്ഞു, അവനെ കാണുന്നില്ലേ? ആ മല്ലൻ നമ്മെ വെല്ലുവിളിക്കുന്നു. ആരും അവനോട് പോരാടാൻ തയ്യാറല്ല. ദാവീദ് ഉറച്ച വിശ്വാസത്തോടെ മന്ദസ്മിതത്തോടെ പറഞ്ഞു, ഓഹോ, അത്രയുള്ളോ? എനിക്ക് ഭയമില്ല. എന്റെ ആടുകളെ ആക്രമിക്കാൻ വന്ന സിംഹങ്ങളെയും കരടികളെയും വരെ ഞാൻ തോൽപ്പിച്ചിട്ടുണ്ട്. പിന്നല്ലേ ഒരു മനുഷ്യൻ? യഹോവ എന്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനു ഭയപ്പെടണം? ഇത് കേട്ട സൈനികർ ദാവീദിനെ ശൗൽ രാജാവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ശൗൽ രാജാവ് വളരെ വിഷമത്തോടെ ദാവീദിനോട് പറഞ്ഞു, പക്ഷേ നീ ഒരു ബാലനല്ലേ? അവൻ ബാല്യം മുതൽ യോദ്ധാവാണ്. ദാവീദ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ ഫെലിസ്ത്യൻ ആര്? ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട. അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതും. സിംഹത്തിൽ നിന്നും കരടിയിൽ നിന്നും എന്നെയും എന്റെ ആട്ടിൻകൂട്ടത്തെയും രക്ഷിച്ച യഹോവ, അവനാണ് എന്റെ ബലം, എന്റെ കോട്ട. അതിനാൽ ഞാൻ ഏതു മല്ലനെയും തോൽപ്പിക്കും. ശൗൽ സമ്മതിച്ചു. ചെല്ലുക, യഹോവ നിന്നോടുകൂടെ ഇരിക്കും. രാജാവ് തന്റെ കവചം ദാവീദിനു കൊടുത്തു. കവചം ധരിച്ച ദാവീദ് അതിന്റെ ഭാരം താങ്ങാനാകാതെ ഇടറി വീണു. ദാവീദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെനിക്ക് ശീലമില്ല. എനിക്കറിയുന്ന രീതിയിൽ ഞാൻ എതിരിടും. ദാവീദ് തന്റെ കവണയും പുഴയിൽ നിന്ന് 5 മിനുസമുള്ള കല്ലുകളും എടുത്തു. എന്നിട്ട് ഗോലിയാത്തിന്റെ അടുത്തേക്ക് നടന്നു. ഗോലിയാത്ത് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഹാ, ഈ ചുള്ളിക്കമ്പും പിടിച്ച് നീ എങ്ങോട്ടാ? വല്ല നായോ മറ്റോ ഇവിടെ ഉണ്ടോ നിനക്ക് ഓടിക്കാൻ? നീ ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട്. ദാവീദ് ആകാശത്തേക്ക് വിരൽ ചൂണ്ടി, ഏയ് മല്ലനായ ഗോലിയാത്തെ, നീ വാളുകൊണ്ടും കുന്തം കൊണ്ടും വരുന്നു. എന്നാൽ ഞാൻ നീ നിന്ദിച്ചിട്ടുള്ള സർവശക്തനായ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. നിന്നെ തോൽപ്പിക്കാൻ എനിക്കത് മാത്രം മതി. യുദ്ധം യഹോവയ്ക്കുള്ളത്. അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ദാവീദ് ഒരു കല്ല് കവണയിൽ വെച്ച് ചുഴറ്റി 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 ഒറ്റയേറ് കല്ല് ഗോലിയാത്തിന്റെ നെറ്റിയിൽ തന്നെ പതിച്ചു. വെട്ടിയിട്ട വാഴത്തണ്ടുപോലെ ദേ കിടക്കുന്നു അവിടമാകെ വിറപ്പിച്ച മല്ലനായ ഗോലിയാത്ത്. ഇത് കണ്ടുനിന്ന ഇസ്രായേൽ സൈനികർ ഒരുമിച്ച് ആർത്തു വിളിച്ചു,
ഇസ്രായേലിന്റെ യഹോവ ഞങ്ങൾക്ക് വിജയം തന്നു. ദൈവത്തിന്റെ സഹായത്താൽ ബാലനായ ദാവീദ് ശക്തനായ മല്ലനായ ഗോലിയാത്തിനെ തോൽപ്പിച്ചു. പ്രശ്നങ്ങൾ എത്ര വലുതായാലും സർവശക്തനായ ദൈവത്തിൽ വിശ്വസിച്ചാൽ അവൻ നമുക്ക് ധൈര്യവും ശക്തിയും നൽകും. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല.